27 ദാവീദ് പറയുന്നു, യഹോവ എൻ്റെ ജീവൻ്റെ വെളിച്ചം, എൻ്റെ രക്ഷയാകുന്നു, ഞാൻ ആരെ ഭയപ്പെടും. മതി. ഹല്ലേലൂയ, സ്തോത്രം. ഇവിടെ തിരുവചനം പറയുന്നു, ദൈവം എൻ്റെ വെളിച്ചമാണ്, അതുകൊണ്ട് ഞാൻ ആരെയും ഭയപ്പെടില്ല. നമുക്കറിയാം, നമ്മുടെ അരുമനാഥനായ കർത്താവിനെ കുറിച്ച് യോഹന്നാന്റെ പുസ്തകം 1-ാം അധ്യായത്തിൽ പറയുന്നു, ദൈവം 1:5 വായിക്കുമ്പോൾ, ദൈവം വെളിച്ചമാണ്. ദൈവം വെളിച്ചമാണ്. ഈ ദൈവം നമ്മളിൽ പ്രകാശിക്കാൻ വേണ്ടിയിട്ടാണ് പിതാവിൻ്റെ വലതുഭാഗത്ത് നിന്നിറങ്ങി പിതാവിനോട് പ്രമോദിച്ചു കൊണ്ടിരുന്ന ദൈവം ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. എന്തിനെന്ന് ചോദിച്ചാൽ, ഈ വെളിച്ചത്തിൽ മനുഷ്യർ നടക്കണം. അതിന് യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 4-ാം വാക്യം നമ്മൾ വായിച്ചാൽ, അതിന് ദൈവം ആ വെളിച്ചത്തെ നമുക്ക് പ്രകാശമാക്കി വെച്ചു. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 4-ാം വാക്യം അവിടെ എഴുതിയിരിക്കുന്നു, അവനിൽ ജീവൻ ഉണ്ടായിരുന്നു, ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. അടുത്ത വാക്യം കൂടെ, വെളിച്ചം ഇരുളിൽ പ്രകാശിക്കും. ഇരുളിന് ഒരിക്കലും വെളിച്ചത്തെ പിടിച്ചടക്കാൻ കഴിയില്ല. എത്ര നമ്മൾ ശ്രമിച്ചാലും ഒരു ഇരുട്ടിനും വെളിച്ചത്തെ കീഴ്പ്പെടുത്താൻ കഴിയില്ല. ഹല്ലേലൂയ, സ്തോത്രം. ഇത് സങ്കീർത്തനം ദാവീദ് എഴുതുമ്പോൾ, ദാവീദ് ക്ഷീണിച്ച് മരിക്കാൻ പോവുകയാണ് പടക്കളത്തിൽ നിന്നപ്പോൾ. ഹല്ലേലൂയ, സ്തോത്രം. 2 ശമൂവേലിന്റെ പുസ്തകം 21-ാം അധ്യായം 15-ാം വാക്യം തൊട്ട് വായിക്കുമ്പോൾ, ദാവീദിന്റെ ബേഗിൽ യുദ്ധത്തിന് പോയി, യുദ്ധത്തിൽ ദാവീദ് ക്ഷീണിച്ചു. അപ്പോൾ അബീശായി ഒന്ന് വായിച്ചോ. ദാവീദ് തളർന്നു പോയി. നോക്കണമേ, ഗോലിയാത്തിന്റെ അനുജൻ ദാവീദ് തളർന്നപ്പോൾ തൻ്റെ ചേട്ടനെ കൊന്നതിൻ്റെ പ്രതികാരം ചെയ്യാനായിട്ട് വാള് മരയിൽ കെട്ടിക്കൊണ്ട് തൻ്റെ അടുക്കലേക്ക് വരികയാണ്. ദാവീദിനെ കൊല്ലുവാൻ ഭാവിച്ചു. നോക്കണമേ, എന്നാൽ ആ സമയം ദാവീദ് മരിക്കേണ്ട സമയത്ത്, ദാവീദ് മരിച്ചു പോകേണ്ട സമയത്ത് അബീശായി വന്നിട്ട് ആ വ്യക്തിയെ വെട്ടിക്കൊന്നു. പ്രിയ ദൈവമക്കളെ, ഇതിൽ നിന്ന് ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. അബീശായി പറയുന്ന ഒരു വാക്കുണ്ട്, ഇസ്രായേലിൻ്റെ ദീപം കെട്ടുപോകാതിരിക്കാൻ നീ ഞങ്ങളോട് ഇനി യുദ്ധത്തിന് വരരുത്. ഹല്ലേലൂയ, സ്തോത്രം. ദാവീദിനെ ഇവിടെ ദീപമായിട്ട് അബീശായി പറയുമ്പോൾ, ദാവീദ് പറയുന്നു, ഞാനല്ല ദീപം, എന്നിൽ ദീപം കത്തിച്ച ഒരുവനുണ്ട്, അവനാണ് എൻ്റെ വെളിച്ചം. അതുകൊണ്ട് ഈ വ്യക്തിയെ ഞാൻ ഭയപ്പെടില്ല. ഞാൻ എത്ര തന്നെ തളർന്നാലും, എത്ര ക്ഷീണിച്ചാലും, എത്ര ബലഹീനമായി തീർന്നാലും, എന്നിൽ വെളിച്ചം കത്തിച്ച ഒരുവനുണ്ട്. അതുകൊണ്ട് ഞാൻ ഒരുത്തരെയും ഭയപ്പെടുകയില്ല. നമ്മളിൽ വെളിച്ചം കത്തിച്ച ഒരുവനുണ്ടാവും. പുതിയ നിയമസഭയിൽ ആദ്യമായിട്ട് വെളിച്ചമുദിച്ചത് എവിടെയാണ്? ആദ്യമായിട്ട് വെളിച്ചമുദിച്ചത് ഹല്ലേലൂയ, സ്തോത്രം ചെയ്യുന്നു. മത്തായി സുവിശേഷം 4-ാം അധ്യായം അതിൻ്റെ 15-ാം വാക്യം, ഇരുട്ടിലും മരണനിഴലിലും ഇരുന്ന ജനത്തിന് ഒരു വെളിച്ചമുദിച്ചു. ഹല്ലേലൂയ, സ്തോത്രം. നഫ്താലി സെബൂലിലും നഫ്താലിയിലും, അല്ലെ, ആ വാക്യം ഒന്ന് വായിച്ചേ. മത്തായി 4:15. ഇരുട്ടിലിരുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു. ഇരുട്ടിലിരുന്ന ജനം, ഹല്ലേലൂയ, സ്തോത്രം. അവർ ഇരുട്ടിലിരിക്കാനുണ്ടായ കാരണം യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 9-ാം അധ്യായം 1-2 വാക്യങ്ങൾ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 9-ാം അധ്യായം 1-2 വാക്യം.
നോക്കണമേ, ഒരു ദൈവമക്കളുടെ ജീവിതത്തിൽ ഒന്ന് കഷ്ടത കടന്നു വരികയാണ്. അതിനടുത്ത് ആ കഷ്ടത വന്നപ്പോൾ അവരുടെ കണ്ണിൽ എന്തായി? തിമിരമായി. അവരെ കാഴ്ച നഷ്ടപ്പെട്ടു. കാഴ്ച നഷ്ടപ്പെട്ട ഒരു വ്യക്തിയുടെ അനുഭവം എന്ന് പറഞ്ഞേ. മറ്റുള്ളവരുടെ സ്പീഡിൽ അവന് നടക്കാൻ കഴിയില്ല. ഒന്ന്. രണ്ട്, അവൻ്റെ കാഴ്ചപ്പാട് എന്നും ഒന്നായിരിക്കും. കാരണം അവൻ്റെ മുമ്പിൽ ഇരുട്ടാ. പുതിയതൊന്നും അവൻ എന്ത് ചെയ്യില്ല, തെളിഞ്ഞു വരില്ല. അവൻ്റെ മുമ്പിൽ എന്ന് ഇരുട്ടാ. മൂന്ന്, അവൻ തപ്പി നടക്കേണ്ടി വരും. നാല്, സ്പീഡ് കുറവായിരിക്കും. അവൻ്റെ ജീവിതത്തിൻ്റെ യാത്രയിൽ സ്പീഡ് കുറവായിരിക്കും. അഞ്ച്, മറ്റുള്ളവരുടെ ആശ്രയമില്ലാതെ അവന് മുമ്പോട്ട് പോകാൻ കഴിയില്ല. ഈ 5 അനുഭവങ്ങൾ വെളിച്ചം നഷ്ടപ്പെട്ട് കിടക്കുന്ന സെബൂലിനും നഫ്താലിയുടെ കുടുംബത്തിൽ സംഭവിച്ചു. ഇവിടെ ഇനി ക്രിസ്തുവിൻ്റെ വെളിച്ചമില്ലാതെ ഒരു ചെവിടെ അവർക്ക് മുമ്പോട്ട് വയ്ക്കാൻ കഴിയില്ല. നിങ്ങൾക്കറിയാമോ സെബൂലിനെ കുറിച്ചുള്ള അനുഗ്രഹം? ആവർത്തന പുസ്തകം 33-ാം അധ്യായം അതിൻ്റെ 18-ാം വാക്യം വായിക്കുമ്പോൾ, സെബൂലോ അവൻ കൂടാരത്തിൽ എന്ത് ചെയ്യണം? കൂടാരത്തിൽ സന്തോഷിക്കേണ്ടവനാണ്. അവൻ്റെ വീട്ടിൽ സന്തോഷിക്കേണ്ടവനാണ്. അവൻ്റെ വീട്ടിൽ ആനന്ദിക്കേണ്ടവനാണ്. അവൻ്റെ കുടുംബം സന്തോഷത്താൽ നിറയേണ്ട കുടുംബമാണ്. പക്ഷെ അവൻ്റെ ജീവിതത്തിൽ വെളിച്ചം നഷ്ടപ്പെട്ട്, കണ്ണുകൾക്ക് കാഴ്ച നഷ്ടപ്പെട്ട്, മുമ്പോട്ട് പോകാൻ ഗതിയില്ലാത്തൊരനുഭവത്തിൽ അവനായിത്തീർന്നു. ഹല്ലേലൂയ, സ്തോത്രം. അടുത്ത വാക്യം കൂടെ വരും. കണ്ട, സമുദ്രങ്ങളുടെ സമൃദ്ധിയും നിക്ഷേപങ്ങളും അവൻ്റെ വീട്ടിൽ ഉണ്ടാകണം. ഇന്ന് പകൽക്കാലം ഞാൻ ചോദിക്കട്ടെ പ്രിയ ദൈവമക്കളെ, നമ്മുടെ വീടുകളിൽ സമൃദ്ധിയുണ്ടോ? നമ്മുടെ വീട്ടിൽ നിക്ഷേപമുണ്ടോ? അതിനർത്ഥം പിശാച് നിന്റെ കണ്ണുകളെ ഇരുട്ടാക്കി മുമ്പോട്ട് പോകാനുള്ള വഴികളെ തടഞ്ഞ്, നിന്റെ അനുഗ്രഹങ്ങളെ തടഞ്ഞു വെച്ചിരിക്കുകയല്ലേ? നിനക്കൊരു സ്പീഡിൽ യാത്ര ചെയ്യാൻ കഴിയാതെ വണ്ണം നിന്റെ വഴികളെ അന്ധകാരമാക്കി വെച്ചിരിക്കുകയല്ലേ? അതുകൊണ്ടല്ലേ നിനക്ക് സമൃദ്ധി ഉണ്ടാകാത്തത്? അതുകൊണ്ടല്ലേ നിന്റെ വീട്ടിലൊരു നിക്ഷേപമുണ്ടാകാത്തത്? ഇവിടെ ദൈവത്തിൻ്റെ വെളിച്ചത്തിന് വേണ്ടി നിനക്കൊന്ന് പ്രാർത്ഥിക്കാമോ ഇന്ന് പകൽക്കാലം? കർത്താവേ, എൻ്റെ വീട്ടിനകത്ത് സമൃദ്ധിയില്ല, നിക്ഷേപമില്ല. അതിന് കാരണം ഹല്ലേലൂയ, ഇന്നും ഞാൻ ഇരുട്ടിലിരിക്കുന്നു. ഇരുട്ടിൽ മാത്രമല്ല, എൻ്റെ കണ്ണുകൾക്ക് തിമിരം കൂടെ പിടിച്ചിരിക്കുന്നു. അടുത്തവിടെ എഴുതിയിരിക്കുന്നു നഫ്താലി, അതിൻ്റെ 23-ാം വാക്യം വായന. ആവർത്തന 33-ന്റെ 23. നോക്കണമേ, നഫ്താലി ദൈവിക സമാധാനം കൊണ്ട്, പ്രസാദം കൊണ്ട് തൃപ്തനായിരിക്കണം. ദൈവിക സമാധാനം കൊണ്ട് തൃപ്തനായിരിക്കണം. അടുത്ത, ദൈവത്തിൻ്റെ അനുഗ്രഹം നിറഞ്ഞവനായിരിക്കും. പടിഞ്ഞാറും തെക്കും കൈവശമാക്കുന്നവനായിരിക്കും. ഇവിടെ ഇപ്പം എന്താ അവസ്ഥയിലാണ് യെശയ്യാവിൽ കിടക്കുന്നത്? ഹല്ലേലൂയ, കണ്ണിൽ തിമിരം പിടിച്ച് ഹീനതയുടെ അനുഭവത്തിലായിരിക്കുന്നു. ഈ അനുഗ്രഹം കൊടുക്കാൻ വേണ്ടിയിട്ട് കർത്താവ് ആദ്യമായിട്ട് ആ ദേശത്തിൽ തന്നെ വന്നത്. ആ സ്ഥലത്ത് തന്നെ കർത്താവ് വന്നു. എന്നിട്ട് 4:15 വരെ, മത്തായി 4:15. ഇങ്ങനെ ഇരുട്ടിലിരുന്ന ജനം വലിയൊരു വെളിച്ചം. നോക്കണമേ, ഹീനതയിൽ കുടുംബങ്ങൾക്ക് മുമ്പോട്ട് പോകാൻ കഴിയാതെ വണ്ണം, ദൈവത്തിൻ്റെ സമൃദ്ധി അനുഭവിക്കാൻ കഴിയാതെ വണ്ണം, ദൈവത്തിൻ്റെ നിക്ഷേപം അനുഭവിക്കാൻ കഴിയാതെ വണ്ണം, ദൈവിക സമാധാനം അനുഭവിക്കാൻ കഴിയാതെ വണ്ണം, ദൈവത്തിൻ്റെ ഹല്ലേലൂയ സ്തോത്രം ചെയ്യുന്ന
ഫലങ്ങൾ അനുഗ്രഹിക്കാൻ കഴിയാതെ വണ്ണം ആയിരിക്കുന്ന കുടുംബങ്ങളുടെ നടുവിൽ ദൈവത്തിൻ്റെ വെളിച്ചം ഉദിച്ചു എന്ന് നമുക്കെല്ലാവർക്കും സുപരിചിതമായ ഒരു വേദഭാഗമാണ്. ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം അതിൻ്റെ 16-ാം വാക്യം. യോഹന്നാൻ 3:16. നോക്കണമേ, തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതിരിക്കേണ്ടതിന്, നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം നൽകിയെന്ന്. ഇന്ന് പകൽക്കാലം പ്രിയ ദൈവമക്കളെ നമുക്കൊരു പ്രാർത്ഥനയുണ്ടാകട്ടെ. അല്ല, ദൈവമേ, ഞാനും എൻ്റെ കുടുംബവും നശിച്ചു പോകാതിരിക്കേണ്ടതിന്, എൻ്റെ കുടുംബത്തിന് സമൃദ്ധി ഉണ്ടാകേണ്ടതിന്, ദൈവത്തിൻ്റെ പ്രസാദ വർഷം എന്നിൽ ഉണ്ടാകേണ്ടതിന് എനിക്ക് വേണ്ടി അങ്ങയുടെ പുത്രനെ ഇന്ന് എൻ്റെ ഭവനത്തിൽ നൽകണം, എൻ്റെ കുടുംബത്തിൽ അങ്ങ് നൽകണം, വെളിച്ചമായി വന്ന് ഉദിക്കണം. ഇന്ന് പകൽക്കാലം ദൈവത്തോട് ആരൊക്കെ ആവശ്യപ്പെടുന്നുവോ അവരെ കുടുംബത്തിൽ ഈ വെളിച്ചം ഉദിക്കും. നീ നൽകണം, എൻ്റെ കുടുംബത്തിൽ ഈ വെളിച്ചത്തെ നൽകണം. ലോകത്തിൽ സൂര്യനുണ്ട്, ചന്ദ്രനുണ്ട്, നക്ഷത്രങ്ങളുണ്ട്. ഇത് വെളിച്ചം കൊടുക്കാൻ തന്നെയാണ് നീ ആകാശത്തിൽ വെച്ചിരിക്കുന്നത്. പക്ഷേ ആ വെളിച്ചമല്ല എനിക്ക് ആവശ്യം. ആ വെളിച്ചമല്ല എനിക്ക് ആവശ്യം. എനിക്കാവശ്യം പൗലൂസിൻ്റെ കയ്യിൽ നിന്ന് അധികാരപത്രത്തെ തട്ടിത്തഴയിട്ടുകൊണ്ട് കുതിരപ്പുറത്തുനിന്ന് പൗലൂസിനെ തള്ളിയിട്ട ആ വെളിച്ചമാണ് എനിക്ക് ആവശ്യം. മനസ്സിലായ? ഹല്ലേലൂയ. തൻ്റെ അധികാരപത്രങ്ങളെ കൈകളിൽ നിന്ന് തെറിപ്പിച്ച് കളയുവാൻ തക്കവണ്ണം ശക്തിയുള്ള വെളിച്ചം. ആ വെളിച്ചം എൻ്റെ കുടുംബത്തിനകത്ത് നിന്ന് ഉദിക്കണം. അടുത്ത വാക്യമാക്കി വായിച്ചോ. 3:16 വായിരും. ലോകത്തെ വിധിക്കാനല്ല കർത്താവ് തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത്. ലോകം അവനാൽ എന്ത് ചെയ്യണം? രക്ഷിക്കപ്പെടണം. ലോകം അവനാൽ രക്ഷിക്കപ്പെടണം. ലോകം അവനാൽ രക്ഷിക്കപ്പെടണം. പക്ഷെ ഇവിടെ 2 ചോയ്സ് ദൈവം വെക്കുകയാണ്. വിശ്വസിക്കുന്നവൻ എന്തില്ല? ന്യായവിധിയില്ല. വിശ്വസിക്കാത്തവന് ന്യായവിധിയുണ്ട്. ഈ ലോകത്തിലേക്ക് വെളിച്ചം വന്നത് ലോകത്തെ രക്ഷിപ്പാനാ. അവരെ വിശ്വസിക്കുന്നവന് നിത്യജീവൻ കൊടുക്കാനാ. പക്ഷേ വിശ്വസിക്കാത്തവന് ന്യായവിധിയുണ്ട്. വിശ്വസിക്കുന്നവർക്ക് ന്യായവിധിയില്ല. ഞാൻ വെള്ളിയാഴ്ചയും പറഞ്ഞു, ഞാൻ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്ന പ്രവാചകന്മാരില്ല, പുരോഹിതന്മാരിലല്ല, ദൈവദാസന്മാരില്ല, ദൈവവചനത്തിൽ. ദൈവവചനം വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ ദൈവം ഒന്നും ചെയ്യില്ല. ദൈവവചനമാണ് എല്ലാത്തിൻ്റെയും ആധാരം. എല്ലാത്തിൻ്റെയും ഉളവായിരിക്കുന്നത് സകലതും ദൈവവചനത്താൽ ഉളവായിരിക്കുന്നു. ദൈവവചനം ബൈബിള് വീട്ടിലുണ്ടെങ്കിലും ഒന്നും തുറന്നു നോക്കാത്ത ദൈവമക്കൾ, ഒന്ന് വായിക്കാൻ മനസ്സില്ലാത്തവർ, വായിച്ചിട്ട് അതിൻ്റെ ആ വാക്യം വെച്ച് പ്രാർത്ഥിക്കാൻ മനസ്സില്ലാത്തവർ, ഇവർക്കൊക്കെ ന്യായവിധി വന്നു. തിരുവചനം അടുത്ത വാക്യം വായര. ന്യായവിധി വന്നു കഴിഞ്ഞു. നോക്കണമേ, ന്യായവിധി എന്ന് പറയുന്നത് വെളിച്ചം ലോകത്തിൽ ഉണ്ടായിരുന്നിട്ട് മനുഷ്യന്റെ പ്രവൃത്തി ദോഷമുള്ളതാകയാൽ
അവർ വെളിച്ചത്തെക്കാൾ ഇരുളിനെ, ദൈവത്തെക്കാൾ മറ്റേതിനെ സ്നേഹിച്ചാലും ന്യായവിധിയുണ്ട്. ഇത് നിങ്ങൾ മനസ്സിലായിക്കൊള്ളണം. ദാവീദ് പറയുന്നത്, യഹോവ എൻ്റെ വെളിച്ചം, ഞാൻ അതുകൊണ്ട് ഭയപ്പെടില്ല. കാരണം ഹൃദയത്തിനകത്ത് എന്തുണ്ട്? വെളിച്ചമുണ്ടെന്ന്. ഞാൻ പറഞ്ഞോ, പൗലൂസ് അല്യാസ്തോത്രം സ്ത്രീകളെയും കുട്ടികളെയും ഗർഭിണികളെയും ഉപദ്രവിക്കുവാനായിട്ട് അധികാരപത്രവും വാങ്ങി അല്ല വരുമ്പോഴാണ് നട്ടുച്ച സമയത്ത് അവൻ്റെ മേലൊരു വെളിച്ചം, സൂര്യൻ്റെ വെളിച്ചമല്ല, മറ്റൊരു വെളിച്ചം മിന്നിയപ്പോൾ അവൻ്റെ കയ്യിലിരുന്ന അധികാരപത്രം തെറിച്ചു പോയി. അവൻ കുതിരയിൽ നിന്ന്, ആ വെളിച്ചത്തിൻ്റെ ശക്തി കണ്ട, അവൻ കുതിരയിൽ നിന്ന് എന്ത് ചെയ്തു? താഴെ വീഴുന്നു. താഴെ വീഴുന്നപ്പോൾ തൻ്റെ കയ്യിൽ ഈ അധികാരപത്രമുള്ളത് കൊണ്ട് ആർക്കും അവനെ ചോദ്യം ചെയ്യാൻ പാടില്ല. അവൻ എന്ത് ക്രൂരത കാട്ടിയാലും നമ്മൾ സഹിച്ചു കൊള്ളണം. കാരണം അത് ആ ക്രൂരത കാട്ടാനുള്ള പത്രം അവൻ്റെ കയ്യിൽ ഉണ്ട്. അങ്ങനെ വന്ന പൗലൂസിൻ്റെ കയ്യിലെ പത്രം ദൂരെ വീഴത്തക്ക രീതിയിൽ ഒരു വെളിച്ചം തൊട്ടപ്പോൾ അവൻ ചോദിക്കുകയാണ്, നീ ആരാകുന്നു കർത്താവേ? അതിന് കാരണം മറ്റൊന്നുമല്ല, ഈ അധികാരപത്രത്തെ എൻ്റെ കയ്യിൽ നിന്ന് തെറിപ്പിച്ച് കളയുവാൻ തക്കവണ്ണം അധികാരമുള്ളവൻ ആരാണ്? എൻ്റെ മേൽ കർത്തൃത്വം നടത്താൻ കഴിവുള്ളവൻ ആരാണ്? ഇതാണ് പൗലൂസിൻ്റെ ചോദ്യം. പൗലൂസ് പറയുകയാണ്, പൗലൂസിനോട് ദൈവം പറഞ്ഞു, നീ ഉപദ്രവിക്കുന്ന യേശു തന്നെ എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞിട്ട് ഈ പൗലൂസിനെ ദൈവം എന്താക്കി വെച്ചു? ഹല്ലേലൂയ, സ്തോത്രം. 13:47 വായിക്കുമ്പോൾ, പ്രവൃത്തിയുടെ പുസ്തകം 13:47 വായിക്കുമ്പോൾ, കണ്ടാ, അപ്പം ഈ വെളിച്ചം പൗലൂസിൻ്റെ ദേഹം മുഴുവനും എന്ത് ചെയ്തു? വ്യാപരിച്ചു കഴിഞ്ഞു. അകത്തും വ്യാപരിച്ചു, പുറത്തും വ്യാപരിച്ചു. അകത്തും വ്യാപരിച്ചു, പുറത്തും വ്യാപരിച്ചു. ഈ വ്യാപരിച്ച പൗലൂസ് ഹല്ലേലൂയ, വെളിച്ചപ്പാടെത്തിയ നോക്കി ഒറ്റ ശാസന അല്ലേ? അവൾ ഒരു ദൂത് വിളിച്ചു പറഞ്ഞു, ഇതാ ദൈവത്തിൻ്റെ അത്യുന്നതന്മാരായ ദാസന്മാരെന്ന് പറഞ്ഞു. ഇത് സ്ഥിരമായിട്ട് അവളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരു കാര്യം തന്നെ, നമ്മളും ഇങ്ങനെയാണ്. അന്യഭാഷ പറഞ്ഞാൽ ഒരു കാര്യം തന്നെ എന്ത് ചെയ്തുകൊണ്ടിരിക്കും? ഒരു വാക്ക് തന്നെ. ഇതൊക്കെ ശാസിക്കേണ്ട കാലം കഴിഞ്ഞു അല്ലേ? വെളിച്ചപ്പടത്തിൽ എന്ത് ചെയ്തുകൊണ്ടിരിക്കണം? ഒരു കാര്യം തന്നെ വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പൗലൂസിന് ദേഷ്യം വന്ന് പൗലൂസ് തിരിഞ്ഞ് അവളെ ഭൂതത്തെ എന്ത് ചെയ്തു? ഈ ശാസിച്ചപ്പോൾ നഷ്ടം ആർക്ക് സംഭവിച്ചു? യജമാന്മാർക്ക് നഷ്ടം സംഭവിച്ചു അല്ലേ? അല്ല, അവളെ ഭൂതം പെയ്യപ്പോൾ ആർക്കാണ് നഷ്ടം? യജമാന്. ഇതേപോലെ നമ്മളിലൊന്നും ചിലതൊക്കെ പോകാറുണ്ട്. സത്യമായിട്ടും ഉണ്ട്, എന്നെ ഇതുകൊണ്ട് നിങ്ങളെന്നുമുണ്ട്. ചിലതെല്ലാം വിട്ട് നമ്മൾ വേറെ ആക്കൊക്കെയോ ലാഭമായിക്കൊണ്ടിരിക്കുക. മനസ്സിലായില്ലേ? നമ്മളെ കയ്യിൽ പറഞ്ഞ നന്മ വേറെ ആരോ ഒക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കണം. നമുക്ക് അനുഭവിക്കാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ നമ്മളേലൊന്ന് എന്തിനൊക്കെ വിട്ട് പോകാറുണ്ട്. മനസ്സിലായി? മറ്റാർക്കൊക്കെ നന്മ കൊണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ജോലി ചെയ്തിട്ട് പറഞ്ഞു മറ്റാരൊക്കെ എന്ത് ചെയ്തുകൊണ്ടിരിക്കണം? അത് വാങ്ങിച്ചോണ്ട് പൊയ്ക്കൊണ്ടിരിക്കണം. അപ്പം ചിലതൊക്കെ വിട്ട് പെയ്യാൽ ഈ നന്മ കയ്യിൽ നിൽക്കും. നമ്മളെ കയ്യിൽ മറ്റൊരാളിരുന്ന് നമ്മളെ ഭരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ വെള്ളം കുടിക്കേണ്ട പൈസ പോലും നമ്മളെ കയ്യിൽ കാണൂല. വേറെ ആരെങ്കിലും അതിനെ അനുഭവിച്ചോണ്ട്, രാമേന്ദ്രക്കാരനാ, തമിഴന്മാർ ബ്ലൈഡ് കിട്ടിയില്ല, തമിഴന്മാരാ,
ബാങ്കുകാരാ, ആശുപത്രിക്കാരാ. ഈ ഇടയ്ക്ക് നമ്മളെ PC ചെറിയാൻ പാസ്റ്റർ പറഞ്ഞതുപോലെ പണ്ട് പിള്ളേരെ നമ്മളെ ഭയപ്പെടുത്തുന്ന ഒന്നുണ്ടായിരുന്നു. എന്താണ്? കള്ളം വരും, കൊമ്പും മീശയും പടവുമൊക്കെ വെച്ച് കത്തിയുള്ള ഒരു രൂപം കാണിച്ചു കൊടുത്തിട്ട് കള്ളൻ വരും, അവൻ കുത്തും, കൊല്ലും, നിങ്ങളെല്ലാം കവർന്നുകൊണ്ട് പോകുന്നു. ഇന്ന് കള്ളന് പകരം പുതിയ ഡ്രസ്സ് ഇട്ടുകൊണ്ട് ഒരു ഗ്രൂപ്പുണ്ടെന്ന്. ആരാണ്? വെള്ള കോട്ടും ഇട്ട് ടെലസ്കോപ്പും വെച്ചും കൊണ്ട് കുറച്ച് പേരുണ്ടെന്ന്. അവൻ വന്നിട്ട് ഒരു ചെമയുണ്ടാക്കി പറയും, അയ്യോ ലെൻസിന് കംപ്ലൈൻ്റ് ആണ്, ഒരു സ്കാൻ ചെയ്യണം, എക്സ്റേ ചെയ്യണം, അത് ചെയ്യണം, ഇത് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് നിൻ്റെ പണത്തെ നീ പോലും അറിയാതെ അവൻ അടിച്ചു മാറ്റിക്കൊണ്ട് പോകും. മറ്റവൻ വന്നാൽ കള്ളനെ വലിയ സ്തോത്രം ചെയ്യുന്നു എന്ത് ഭീഷണിപ്പെടുത്തിയാണ് മാറ്റോണ്ട് പോയിക്കൊണ്ടിരുന്നത്. ഇപ്പം അങ്ങനെ ഭീഷണിയല്ല, നിന്നെ ഭയപ്പെടുത്തി നിന്റെ ഹൃദയത്തിനകത്ത് ജീവിക്കണമെന്നുള്ള താല്പര്യം തന്നുകൊണ്ട് നിന്റെ വീട്ടിലെ മൊത്തം കുട്ടിച്ചോറാക്കി മൊത്തം നന്മ അടിച്ചു മാറ്റാൻ അവന് നന്നായിട്ടറിയാം. ഇതാണ് ഇന്നത്തെ സൂപ്പർ കള്ളന്മാർ. ഇത് ഞാൻ പറഞ്ഞല്ല, PC ചെറിയാൻ പാസ്റ്റർ പറഞ്ഞതാ. ഇതിലെ ദൈവമക്കളും ചെന്ന് എന്ത് ചെയ്തു പോവുകയാണ്? അങ്ങ് വിഴുന്നു കൊടുക്കുകയാണ്. മനസ്സിലായില്ലേ? അങ്ങ് വിഴുന്നു കൊടുക്കുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം. പോട്ടെ, ഇവിടെ പൗലോസ് അപ്പോസ്തലൻ അല്ല ജാതികൾക്ക് ദൈവം വെളിച്ചമാകേണ്ടതിന് അല്ല തെരഞ്ഞെടുത്ത പൗലോസ് അപ്പോസ്തലൻ ഹല്ലേലൂയ, സ്തോത്രം, ഈ വെളിച്ചപ്പാടത്തിയുടെ വെളിച്ചമായി മാറേണ്ട പൗലോസ് അപ്പോസ്തലനെ അവരുടെ ലാഭം വെപ്പയെന്ന് പറഞ്ഞ് അവനെ എന്ത് ചെയ്തു? 16:22 തൊട്ട് നോക്കണമേ, അധിപതികൾ അവരെ കോൽ വസ്ത്രം ഉരിഞ്ഞെടുത്തു, കോലുകൊണ്ട് അവരെ എന്ത് ചെയ്തു? അടിച്ചു. ഹല്ലേലൂയ, സ്തോത്രം. കോലുകൊണ്ട് അവരെ ദണ്ഡിപ്പിച്ചു. എന്നിട്ട് വളരെ അടുപ്പിച്ച ശേഷം, ഇത് ആരെയാണ് അടുപ്പിക്കുന്നത്? കർത്താവിൻ്റെ വെളിച്ചം വസിക്കുന്ന മനുഷ്യന്, ജാതികൾക്ക് വെളിച്ചമായി മാറേണ്ട മനുഷ്യന് നീ അടികൊള്ളുന്നുവെങ്കിൽ ഓർത്തോ, ദൈവത്തിന് നിന്നെ കൊണ്ട് ആവശ്യമുണ്ട്. ആവശ്യമുള്ളത് കൊണ്ടാണ് നീ അടികൊള്ളുന്നത്. വായിച്ച നോക്കണമേ, അവരെ സൂക്ഷ്മതയോടെ കാക്കാൻ കൽപ്പിച്ചു. ഹല്ലേലൂയ, സ്തോത്രം. അവർ ഒരു കാരണവശാലും ഈ തടവിൽ എന്ത് ചെയ്യരുത്? സ്വതന്ത്രമാകരുത്. ഈ തടവിനകത്ത് ഇവരകപ്പെട്ട് ഇവരിവിടെ കിടന്ന് കഷ്ടത അനുഭവിച്ച് എൻ്റെ ദേശാധിപതി പറയുന്ന സമയത്ത് ഇവരെ വാളുകൊണ്ട് കൊല്ലണം. ഇതാ അവരുടെ ആഗ്രഹം. ഇന്ന് പകൽക്കാലം ഈ ഭവനത്തെ, ഈ ആലയത്തിനകത്തും ഇതിനകത്ത് ആരാധനയ്ക്ക് കടന്നു വന്ന ചിലരുടെയൊക്കെ ജീവിതത്തിൽ പിശാച് വാളുകൊണ്ട് കൊല്ലാനായിട്ട് തീർച്ചപ്പെടുത്തി, ഹല്ലേലൂയ, സ്തോത്രം ചെയ്യുന്നു, തടവിലാക്കിയിരിക്കുന്ന കുടുംബങ്ങളുണ്ട്. തടവിലാക്കിയിരിക്കുന്ന കുടുംബങ്ങൾ, കൈകാലുകൾ ആമത്തിൽ കിടക്കുമ്പോഴും പൗലോസ് അപ്പോസ്തലൻ ശീലാസും കൂടെ രാത്രി പാട്ടുപാടി ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങി. ഇന്ന് പകൽക്കാലം സഭയോടൊരു ദൂത് പറയട്ടെ, ചില കുടുംബങ്ങളിനകത്തുള്ള വിടുതൽ നടക്കണമെങ്കിൽ വിദ്വേഷം വിട്ടിട്ട് ഹല്ലേലൂയ ദൈവത്തോട് അടുത്തു വന്ന് ദൈവത്തോട് രാത്രിയാമങ്ങളിൽ എണീറ്റിരുന്ന് പ്രാർത്ഥിച്ച് ഉണരാൻ നിനക്കും കുടുംബത്തിനും തയ്യാറാണെങ്കിൽ ദൈവം ചില വിടുതലുകൾ അതിൻ്റെ ഭവനതലത്തിനകത്തേക്ക് ദൈവം അയക്കും. ഇല്ല എങ്കിൽ നീ കാരാഗ്രഹത്തിൻ്റെ അവസ്ഥയ്ക്കകത്ത് കിടന്നുകൊണ്ട് വെള്ളവും ഭക്ഷണവും പോലും തൃപ്തിയോടെ കഴിക്കാൻ കഴിയാതെ നിന്റെ ജീവിതം ഈ ലോകത്തിൽ നിന്ന് വിട്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുവനുണ്ട്. അവനാണ് ഇരുട്ടിൻ്റെ ശക്തി.
ആ ഇരുട്ടിൻ്റെ ശക്തിക്ക് നീ പിടികൊടുക്കരുത്. നിങ്ങൾക്കറിയാമോ, ദാവീദ് രാജ്യത്തിലെ രാജാവാണ്. പക്ഷേ ദാവീദിന് ഒരു നേരത്തെ ആഹാരം കഴിക്കാൻ പോലും വകയില്ലാതെ, ഒന്ന് തലചായ്ക്കാൻ ഇടമില്ലാതെ ദാവീദ് ഓടി ഒരു സ്ഥലത്തെത്തി. ആ സ്ഥലത്തിൻ്റെ പേര് പറയാമോ? ഓടി ഒരു സ്ഥലത്തെത്തി, മഗ്നിയത്തെത്തിയപ്പോൾ ഒരു ഗ്ലാസ് വെള്ളമില്ല, ഒരു കയ്യിൽ അല്പം പയറില്ല, അപ്പമില്ല, ഒന്നുമില്ല. ഇത് മനസ്സിലാക്കിയിട്ട് രാജ്യത്തിൻ്റെ രാജാവായിരിക്കുന്ന ദാവീദിന് ആഹാരം കൊടുക്കാൻ ബർസില്ലി ഹല്ലേലൂയ സ്തോത്രം ചെയ്യുന്ന തൻ്റെ തുരുത്തികളിൽ ആഹാരവുമായിട്ട് അവിടെ എത്തി. ഞാൻ ചോദിക്കട്ടെ, ഈ അവസ്ഥ ദാവീദിന് വന്നത് എന്തുകൊണ്ട്? ദൈവം പദവി കൊടുക്കാത്തതുകൊണ്ടാണോ? ദൈവം അധികാരം കൊടുക്കാത്തത് കൊണ്ടാണോ? ആണോ? ദൈവം അനുഗ്രഹം കൊടുക്കാത്തത് കൊണ്ടാണോ? ദൈവം സമൃദ്ധി കൊടുക്കാത്തത് കൊണ്ടാണോ? പിന്നെ സിസ്റ്റർ, പിന്നെ ദൈവത്തിന് ഈ ദാവീദിന് ഈ അവസ്ഥയിൽ എത്താൻ കാരണമാര്? കുടുംബത്തിനകത്തുള്ള പ്രതികൂലം. വെളിയിലുള്ളതാണോ? ഇന്ന് പകൽക്കാലം കുടുംബത്തിലെ പ്രതികൂലങ്ങളിട്ട് പലരും കഷ്ടതയിൽ കിടക്കുകയാണ്. കുടുംബത്തിനകത്താ പ്രതികൂലം. നിരക്കേണ്ടടുത്ത് നിരന്നോ? ദാവീദും അബ്ശലോമും തമ്മിൽ നിരന്നെങ്കിൽ ഈ പ്രതികൂലം ദാവീദിന് വരില്ല. അല്ല, കുടുംബത്തിനകത്ത് നിരക്കേണ്ടടുത്ത് നിരക്കാതെ, കരം കോർത്തിരുന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാതെ, പ്രതികൂലങ്ങളിട്ട്, പ്രതിസന്ധികളിട്ട്, കുടുംബത്തിനകത്ത് തന്നെ പോരാട്ടങ്ങളിട്ട്, ദൈവഹിതമല്ലാത്ത പ്രവൃത്തികൾ വെളിപ്പെടുമ്പോൾ നീ ഓർത്തോ, നീ കിടക്കേണ്ടടുത്ത് നീ കിടക്കില്ല, കിടക്കാൻ പാടില്ലാത്തടത്ത് നീ കിടക്കാം. ഈ അവസ്ഥ ദാവീദിന് വന്നത് ഒരിക്കലും ദൈവം വെച്ചതല്ല. ഇന്ന് പകൽക്കാലം ചില കുടുംബങ്ങളോടുള്ള ദൂത, നിന്റെ ഈ അവസ്ഥയ്ക്ക് കാരണം ദൈവം വെച്ചതല്ല, നീ വെച്ചത്. നിന്റെ കുടുംബത്തിനകത്തുള്ള ഐക്യതക്കേട് വെച്ചത്, നിന്റെ കുടുംബത്തിനകത്ത് ഐക്യത്തുള്ള പ്രാർത്ഥന ഇല്ലാത്തത് കൊണ്ട്, ദൈവത്തോടുള്ള മനോഭാവം തെറ്റായതുകൊണ്ട് നിന്റെ കുടുംബത്തിനകത്ത് ഇത് സംഭവിച്ചു. ഹല്ലേലൂയ സ്തോത്രം. അല്ലാതെ ദൈവം വെച്ചതല്ല, ദൈവം സമൃദ്ധി തന്നത് തന്നെയാണ്. ഹല്ലേലൂയ സ്തോത്രം. ഏറ്റെടുക്കാമെങ്കിൽ ഏറ്റെടുത്തോ. ഒക്കെ സൂക്ഷ്മതയോടെ അവർ കാക്കാൻ പറഞ്ഞപ്പോൾ പൗലോസും ശീലാസും ഹല്ലേലൂയ സ്തോത്രം ചെയ്യുന്നു ദൈവത്തോട് അങ്ങോട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി, പാടാൻ തുടങ്ങിയപ്പോൾ ഒന്നാമത് സംഭവിച്ചത് ചങ്ങല അഴിഞ്ഞു വീഴുന്നു. നിന്റെ ജീവിതത്തിൽ നീ ഒരു പ്രവൃത്തിയും ചെയ്യരുതെന്ന് പിശാച് കെട്ടിവെച്ച ചില കെട്ടുകൾ ഇന്ന് പകൽക്കാലം അഴിഞ്ഞു വീഴണമെങ്കിൽ വീട്ടിനകത്ത് ഹാല്യോസ്തോത്രം ചെയ്യുന്ന വീട്ടിനകത്ത് ആരാധന ഉയരട്ടെ, വീട്ടിനകത്ത് ദൈവവചനം ഉയരട്ടെ, വീട്ടിനകത്ത് പാട്ട് ഉയരട്ടെ, വീട്ടിനകത്ത് കരം കോർത്തുള്ള പ്രാർത്ഥന ഉയരട്ടെ. ഉയർന്നാൽ ചില ചങ്ങലകൾ, ബന്ധിച്ച് കിടക്കുന്ന ചില ചങ്ങലകൾ ഇന്ന് പകൽക്കാലം അഴിഞ്ഞു വീഴും. 2, നീ ഒരിക്കലും പുറത്തിറങ്ങരുതെന്ന് പറഞ്ഞ് വെച്ചിരിക്കുന്ന വാതിലുണ്ട്. ഒരു വാതിലെന്നല്ല അവിടെ എഴുതിയിരിക്കുന്നത്. ആണോ? 25 വാക്യമോ? അതല്ല, അതിനു മുമ്പ് വാതിലൊക്കെയും തുറന്നു. വാതിൽ വെച്ച പുറത്തു നിന്ന് പൂട്ടുന്നത് എന്തിനാണ്? നീ പുറത്തിറങ്ങരുത്. ഹല്ലേലൂയ.
നീ ഒരു കടക്കെണിയിൽ വിഴുന്നിട്ടുണ്ടെങ്കിൽ ആ കടത്തിൽ നിന്ന് നീ പുറത്തിറങ്ങരുത്. ഹല്ലേലൂയ, സ്തോത്രം ചെയ്യുന്നു. നീ ഒരു വിഷയത്തിനകത്ത് അകപ്പെട്ടിരിക്കുന്നു എങ്കിൽ ആ വിഷയത്തിൽ നിന്ന് നീ പുറത്തിറങ്ങരുത്. ഇതാണ് ശത്രു ആഗ്രഹിക്കുന്നത്. പക്ഷെ നിന്റെ മേൽ വെളിച്ചം ദൈവം വെച്ചിട്ടുണ്ട്, നിന്റെ മേലൊരു പ്രകാശം ദൈവം ഉദിപ്പിച്ചിട്ടുണ്ട്. ആ പ്രകാശത്തിൽ നിന്നുകൊണ്ട് ഇന്ന് പകൽക്കാലം നീ ആരാധിക്കാൻ തയ്യാറാണെങ്കിൽ, ആ പ്രകാശത്തെ നിന്റെ കുടുംബത്തിനകത്ത് വർദ്ധിപ്പിക്കാൻ നീ തയ്യാറാണെങ്കിൽ, നിന്നെ വെച്ച് അടച്ചു വച്ചിരിക്കുന്ന സകല വാതിലുകൾ എൻ്റെ ദൈവം ഇന്ന് പകൽക്കാലം തുറന്നു തരും. ഹല്ലേലൂയ, സ്തോത്രം ചെയ്യുന്നു. അടുത്ത വാക്യമാര് നോക്കണമേ, നിന്റെ വാതിൽ തുറന്നാലേ അവരെ വീട്ടിൽ എന്ത് ചെയ്യുള്ളൂ? ചില ഊഹങ്ങൾ അവർക്ക് തെറ്റിയെന്ന് മനസ്സിലാവും. അവർ ചിന്തിച്ച ചിന്തകൾ തെറ്റിപ്പോയെന്ന് മനസ്സിലാകണമെങ്കിൽ നിന്റെ മുമ്പിലുള്ള വാതിൽ എന്ത് ചെയ്യണം? തുറക്കണം. ഇല്ലാത്തടത്തോളം കാലം അവൻ പറയും, ഞാൻ അടച്ചു വെച്ച വാതിൽ ഇന്നും എന്ത് ചെയ്തിട്ടുണ്ട്? അടഞ്ഞു തന്നെ ഇരിപ്പുണ്ട്. അവൻ ഒരിടത്തും ഓടി പോകില്ല. ഹല്ലേലൂയ, സ്തോത്രം. അവർ ഊഹിച്ചു. അടുത്ത അപ്പോൾ പൗലോസ് പറയുകയാണ്, നിനക്കൊരു ദോഷവും ചെയ്യരുത്. ഞങ്ങളെല്ലാം ഇവിടെ ഉണ്ട്, ഒരിടവും ഞങ്ങൾ ഓടിപ്പോയിട്ടില്ല. നിന്റെ കണ്ണിൽ ഇരുട്ട് കയറിയിരിക്കുകയാണ്, ഞങ്ങൾക്ക് വെളിച്ചമുണ്ട്. നിന്നെ കാണാനുള്ള വെളിച്ചം ഞങ്ങൾക്കുണ്ട്. ഞങ്ങളെ നീ കാരാഗ്രഹത്തിലാണ് ഇട്ടതെങ്കിലും, ഞങ്ങളെ നീ അടച്ചാണ് ഇട്ടിരുന്നെങ്കിലും, ഞങ്ങൾ വെളിച്ചം കാണരുതെന്നാണ് നീ ആഗ്രഹിക്കുന്നതെങ്കിലും, പക്ഷെ ഞങ്ങൾക്ക് നിന്നെ കാണാനുള്ള വെളിച്ചം ഞങ്ങളെ ഉള്ളിൽ ദൈവം തന്നിട്ടുണ്ട്. പക്ഷെ നിനക്ക് ഞങ്ങളെ കാണാനുള്ള വെളിച്ചമില്ല. നീ ഇന്ന് ഇരുട്ടില. മനസ്സിലായില്ലേ? ദൈവത്തെ കാണാനുള്ള വെളിച്ചം, ദൈവസഭയെ കാണാനുള്ള വെളിച്ചം, ദൈവവചനത്തെ കാണാനുള്ള വെളിച്ചം നിന്നിലുണ്ടാകട്ടെ. പൗലോസ് പറയണം, നിനക്ക് ഒരു ദോഷവും ചെയ്യരുത്. ഞങ്ങളിൽ വെളിച്ചമുണ്ട്, നീ നിൽക്കണത് ഞങ്ങൾക്ക് കാണാം. പക്ഷെ നിന്നിൽ വെളിച്ചമില്ലാത്തത് കൊണ്ട് ഞങ്ങളെ കാണാൻ നിനക്ക് എന്ത് ചെയ്യുന്നില്ല? കഴിയുന്നില്ല. അടുത്ത വാക്യം നോക്കണമേ. ഇരുട്ടത്ത് കയ്യും കാലും കെട്ടിയിട്ടിരുന്നവരെ അടുത്ത് പൗലോസിൻ്റെ അടുത്ത് അവർ ചോദിക്കണത് എന്താണ്? വെളിച്ചം ചോദിക്കണം. അപ്പോൾ ഇവരിൽ വെളിച്ചമുണ്ടെന്ന് തെളിഞ്ഞാ എന്തേ തെളിഞ്ഞ രാജോണ? പൗലോസും ശീലാസിൻ്റെയിലും ദൈവത്തിൻ്റെ വെളിച്ചമുണ്ടെന്ന് തെളിഞ്ഞ? നമ്മളിൽ വെളിച്ചമുണ്ടെന്ന് നമ്മളെ അയൽവക്കത്തെ ആർക്കെങ്കിലും തെളിഞ്ഞിട്ടുണ്ടോ? പിന്നെ എങ്ങനെ പേടിക്കാതിരിക്കും? എടാ, ദൈവത്തിൻ്റെ വെളിച്ചം നിന്നിലുണ്ടെന്ന് എവിടെയെങ്കിലും നിനക്ക് തെളിയിക്കാൻ പറ്റിയ? ആ തെളിയിച്ചു കഴിഞ്ഞപ്പോൾ പൗലൂസിൻ്റെയും ശീലാസിൻ്റെയും മുറിവ് അവരെന്ത് ചെയ്ത്? കഴുകി. ഇന്ന് പകൽക്കാലം പ്രിയ ദൈവമക്കളെ, ഈ വെളിച്ചം നമ്മളിലുണ്ടെന്ന് ലോകരറിയട്ടെ. അപ്പോൾ നിന്റെ മുറിവ് ആരാണോ നിന്നെ മുറിച്ചത് അവര് തന്നെ കഴുകും. പൗലൂസിന് മുറിവ് വരുത്തിയാണ് എന്ത് ചെയ്തത്? കാരാഗ്രഹത്തിൽ ഇട്ടത്. ആ മുറിവ് ഇതുവരെ കഴുകാതെ ഇരിക്കുകയാണ്. ആരും ഒന്ന് തുടച്ചു കൊടുക്കാതിരിക്കുകയാണ്. ഈ മുറിവും വെച്ചോണ്ടാണ് പൗലൂസ് ശീലാസ് രാത്രി നമുക്ക് മുറിവ് വന്ന ഇത്രയും കാലം പ്രാർത്ഥിച്ച് ഇത്രയും കാലം പാടി അല്ലേ? എന്നിട്ട് ഇപ്പോഴും കിട്ടണ എന്താണ്? അടി, നിന്ന, പരിഹാസം എന്ന് പറഞ്ഞ് നമ്മളങ്ങ് മടുക്കുകയാണ്.
പക്ഷെ പ്രിയ ദൈവമക്കളെ, ഇവിടെ പൗലൂസിൻ്റെയും ശീലാസിൻ്റെയും മേലെ മുറിവുകളേ ഉള്ളൂ, വസ്ത്രമില്ല. അവർ ഉരിഞ്ഞെടുത്തു, കോലുകൊണ്ട് ദണ്ഡിപ്പിച്ചു. ആ മുറിവുകളും വെച്ചുകൊണ്ട് അവർ രാത്രി എണീറ്റിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ, നീ എന്നിൽ കത്തിച്ച വെളിച്ചം ഇവർക്ക് പ്രകാശമായി തീരട്ടെ, ഞങ്ങളെ അടിച്ചവർക്ക് പ്രകാശമായി തീരട്ടെ, ഞങ്ങളെ കാരാഗ്രഹത്തിലിട്ടവർക്ക് പ്രകാശമായി തീരട്ടെ, ഞങ്ങളെ ദണ്ഡിപ്പിച്ചവർക്ക് പ്രകാശമായി തീരട്ടെ, ഞങ്ങളെ ഉപദ്രവിച്ചവർക്ക് പ്രകാശമായി തീരട്ടെ എന്ന് ആ രാത്രി അവർ പ്രാർത്ഥിച്ചപ്പോൾ അവരുടെ ചങ്ങലകൾ അഴിഞ്ഞെങ്കിൽ ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളോട് ആത്മാവിൽ വിളിച്ചു പറയുന്നു, അല്ല, നിങ്ങളുടെ ചങ്ങലകൾ അഴിയണമെങ്കിൽ, പിശാച് കെട്ടിയിരിക്കുന്ന കെട്ടുകൾ അഴിയണമെങ്കിൽ, പിശാചിന്റെ തന്ത്രങ്ങളെ ജയിച്ച് നല്ലൊരു പദവിയിലേക്ക് സെബൂലിന് കൊടുത്ത അനുഗ്രഹം പോലെ, നഫ്താലിക്ക് കൊടുത്ത അനുഗ്രഹം പോലെ കുടുംബതലത്തിനകത്ത് പ്രസാദ വർഷം ഉണ്ടാകണമെങ്കിൽ, സമാധാനം ഉണ്ടാകണമെങ്കിൽ ഇന്ന് പകൽക്കാല ഒരു തീരുമാനം എടുത്തെടുത്ത് എത്ര മുറിവ് വന്നാലും എത്ര വേദന സഹിക്കേണ്ടി വന്നാലും എൻ്റെ കർത്താവിനോടുള്ള ആ ആരാധന ഞാൻ വിടുകയില്ല എന്ന് പകൽക്കാലം നിങ്ങൾക്ക് തീരുമാനമെടുക്കാമോ? എടുത്താൽ പ്രിയ ദൈവമക്കളെ, നിങ്ങളുടെ മുറിവുകളെ കഴുകാൻ ദൈവം കൽപ്പിക്കും. നിങ്ങളുടെ മുറിവുകളെ കഴുകാൻ ദൈവം കൽപ്പിക്കും. അത് മാത്രമല്ല, നിങ്ങൾ മുഖാന്തരം ചിലർ സ്നാനപ്പെടും. നിങ്ങളുടെ മുറിവ് പൊറുത്താലേ ചിലർ ദൈവഭാഗത്തേക്ക് വരും. നിങ്ങളുടെ മുറിവ് പൊറുക്കാത്തടത്തോളം കാലം, നിങ്ങളുടെ മുറിവ് കഴുകാത്തടത്തോളം കാലം ഒരു വ്യക്തി ദൈവസഭയിലേക്ക് കടന്നു വരില്ല. അത് മാത്രമാണോ? കാരാഗ്രഹ പ്രമാണി അന്നാണ് ശരിക്കും സന്തോഷിച്ചത്. പൗലൂസിൻ്റെയും ശീലാസിൻ്റെയും മുറിവ് കഴുകണത് വരെ കാരാഗ്രഹ പ്രമാണിക്ക് എന്തില്ലായിരുന്നു? ആ വീട്ടിനകത്ത് പണമുണ്ട്, പദവിയുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ ആനന്ദിക്കാൻ കഴിയാത്ത എന്തോ ഒരു തടസ്സം അവരുടെ കുടുംബത്തിനകത്തുണ്ടായിരുന്നു. അതിന് കാരണം നിന്റെ മുറിവാണ്, നിന്റെ വേദനയാണ്. ഇന്നും കരിയാതിരിക്കുന്ന നിന്റെ മുറിവ് അവർ എന്ന് കഴുകുന്നുവോ, ആ കഴുകുമ്പോൾ മാത്രമേ അവർക്ക് സന്തോഷിക്കാൻ കഴിയൂ, അവർക്ക് ആനന്ദിക്കാൻ കഴിയൂ. അതുവരെയും അവർക്ക് പണമുണ്ടായിരിക്കും, പദവി ഉണ്ടായിരിക്കും, പവർ ഉണ്ടായിരിക്കും, എന്തുണ്ടെങ്കിലും അവരുടെ കുടുംബത്തിനകത്ത് ദൈവം സന്തോഷം കൊടുക്കില്ല. കാരണം നിന്റെ മുറിവ് ഇന്നും മുറിവായിട്ട് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? നിൽക്കുന്നുണ്ട്. ഈ വെളിച്ചം നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നാൽ പ്രിയ ദൈവമക്കളെ, നീ ആരെയും പേടിക്കണ്ട. ഇപ്പോഴേ ഈ കോല് കൊണ്ടിട്ട് അടി കിട്ടിയപ്പോൾ പൗലൂസ് എഴുതിയ ലേഖനം ഏതാണ്? ഏത് ലേഖനം? 14 ലേഖനങ്ങളിൽ ഫിലിപ്പിയ ലേഖനം. അതിനകത്ത് ഈ വിടുതൽ കിട്ടിയതിന് ശേഷം എഴുതിയ ഒരു ഭാഗമുണ്ട്. ഒന്നിനെക്കുറിച്ച് വിചാരപ്പെടരുത്, എല്ലാം സ്തോത്രത്തോടെ പ്രാർത്ഥനയാലും അപേക്ഷയാലും അപേക്ഷിക്കുക അത്രേ വേണ്ടത്. കാരണം അവിടെ കിടന്നുകൊണ്ട്, കാരാഗ്രഹത്തിൽ ചെന്ന് കിടന്നുകൊണ്ട് പൗലൂസ് ചിന്തിക്കുകയാണ്, എന്നെ ലോകത്തിൻ്റെ ജാതികളുടെ വെളിച്ചമെന്ന് പറഞ്ഞു, ഞാൻ ഇപ്പോൾ എവിടെ കിടക്കണേ എന്ന് പറഞ്ഞ് നിരാശയിൽ കിടന്നെങ്കിൽ ഈ ചങ്ങല അഴിയോ? അപ്പോഴെഴുതിയ ഭാഗമാത്. ഒന്നിനെക്കുറിച്ച് ദൈവമക്കൾക്കുള്ളൊരു ദൂതാ അത്. ഒന്നിനെക്കുറിച്ചും എന്ത് ചെയ്യരുത്? വിചാരപ്പെടരുത്. ഞങ്ങൾ വിചാരപ്പെട്ടെങ്കിൽ ഞങ്ങളെ ചങ്ങല മോചിക്ക അഴിയില്ലായിരുന്നു. ഞങ്ങൾ വിചാരപ്പെട്ട് കിടന്നെങ്കിൽ ഞങ്ങളുടെ വാതിൽ തുറക്കില്ലായിരുന്നു. ഞങ്ങൾ വിചാരപ്പെട്ട് കിടന്നെങ്കിൽ ഞങ്ങളുടെ മുറിവ് ആരും കഴുകില്ലായിരുന്നു. അതുകൊണ്ട് നിങ്ങളും ദൈവമക്കളെ, നിങ്ങളും ഈ ലേഖനം വായിക്കുന്ന നിങ്ങളും ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. ദൈവം നമ്മുടെ വെളിച്ചമാണ്. ആ വെളിച്ചം നമ്മളിലുള്ളിടത്തോളം കാലം നിങ്ങൾ ആരെയും ഭയപ്പെടണ്ട.
കാരണം ദൈവം ചെയ്യേണ്ടത് ദൈവം ചെയ്തിരിക്കുക.